അങ്ങനെ വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ചയായില്ലേ? എല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് വരാൻ ശ്രമിക്കുക. ഇനി അങ്ങനെയാണ് അനുഭവങ്ങൾ പറയാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ സജിത അനിൽ, കൊല്ലത്ത് നിന്നാണ്. ഞാൻ ഒരു വർഷത്തിലേറെയായി ത്രിമധുരത്തിലെ ഒരു കുടുംബാംഗമാണ്. ഇത് 28 വർഷം മുൻപ് നടന്ന ഒരു അനുഭവമാണ്. അന്ന് ഭഗവാൻ പല രൂപത്തിൽ നമ്മുടെ അടുത്ത് വരും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനും ഹസ്ബൻഡും ഡൽഹിയിലെ സ്ഥിര താമസക്കാരായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വരും. വരുന്ന വഴിക്ക് തൃശ്ശൂരിൽ ട്രെയിൻ ഇറങ്ങി ഗുരുവായൂരിൽ സ്റ്റേ ചെയ്ത് ഭഗവാനെ തൊഴുതിട്ടേ നാട്ടിലേക്ക് വരൂ. അതൊരു ശീലമായിരുന്നു. അന്ന് കുട്ടിക്കാലം മുതൽക്കേ കൃഷ്ണനെ പ്രാർത്ഥിക്കും. ഗീതയോ നാരായണീയമോ ഭാഗവതമോ ഒന്നും പാരായണം ചെയ്യാറില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇത് മൂന്നും ചെയ്യാറുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് സ്ഥിരതാമസമായിട്ട് 9 വർഷമായി. ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. ഒരാളുടെ വിവാഹം കഴിഞ്ഞു, ഒരാൾ പഠിക്കുന്നു. ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവം. ഇനി കേൾക്കട്ടെ. 28 വർഷം മുൻപ് ഗുരുവായൂരിൽ ഉച്ചയ്ക്ക് അന്നദാനം 1000 പേർക്ക് മാത്രം കൊടുത്തിരുന്ന കാലം. 1000 ടോക്കൺ കൊടുത്ത് നിർത്തുമായിരുന്നു. തീർത്ഥക്കുളത്തിന്റെ മുകളിലോട്ടുള്ള സ്റ്റെപ്പ് കയറി ഒരു അന്നദാന ഹാളിൽ വെച്ചായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത്. എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. എവിടെയാണ്, എങ്ങനെയാണ് അന്നദാനം 1000 പേർക്ക് കൊടുക്കുമെന്ന് മാത്രം അറിയാം. എല്ലാ വർഷവും ഭഗവാനെ തൊഴാൻ വരുമ്പോൾ ഹസ്ബൻഡിനോട് പറയും, ഭഗവാന്റെ അന്നദാനം ഒന്ന് കഴിക്കണമെന്നുണ്ട്, നമുക്ക് ഒന്ന് നിന്നാലോ എന്ന്. അദ്ദേഹം പറയും, 3 ദിവസം ട്രെയിൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന നമ്മൾ ഇനി ആ ക്യൂവിൽ നിൽക്കേണ്ട, ആ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന്. ആ ആഗ്രഹം മനസ്സിൽ തന്നെ കിടന്നു. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ സഹോദരൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ഗുരുവായൂരിൽ പോയി. തൊഴുത് കഴിഞ്ഞ് ഞാനും മക്കളും അച്ഛനും അമ്മയുമായി പടിഞ്ഞാറേ നടവഴി കുളപ്രദക്ഷിണം നടത്തി വരികയായിരുന്നു കേട്ടോ. അപ്പോൾ കുളത്തിനടുത്ത് ക്യൂവിൽ കുറേ ആൾക്കാർ. എന്താണെന്ന് ചോദിച്ചില്ല. അപ്പോൾ ഒരു അപ്പൂപ്പൻ ക്യൂവിൽ നിന്ന് ഓടി വന്ന്, മോളെ കണ്ണൻ്റെ അന്നദാനം കഴിക്കുന്നു. എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, മുൻപ് അച്ഛനും അമ്മയും മക്കളും ആണുള്ളത്, അവരെ കൂടി വിളിക്കട്ടെ എന്ന്. വിളിക്കാൻ പറഞ്ഞു. അവരും ഹാപ്പിയായി. ഞങ്ങൾ 3 പേരും 2 കുഞ്ഞുങ്ങളുമായി ക്യൂവിൽ ഏകദേശം ഒരു 50 പേര് മുന്നിൽ കാണും. ഇടയ്ക്ക് കയറി നിന്നു, അപ്പൂപ്പൻ്റെ കൂടെ നിന്നു. ഞങ്ങളെ ആരും കണ്ട ഭാവമില്ല, ആരും ഒന്നും മിണ്ടിയതുമില്ല. ഒരാൾ ഇടയിൽ കയറിയാൽ 1000 ഒരാളുടെ ചാൻസാണ് പോകുന്നത്. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. ആ അപ്പൂപ്പൻ ഒരു 5 അടി ഏകദേശം പൊക്കം കാണും, നല്ല ഐശ്വര്യമുള്ള മുഖം, ഒരു ചെറിയ കുടുമ കെട്ടിവെച്ചിരിക്കുന്നു മുടിയിൽ. ക്യൂവിൽ നിന്ന ശേഷം ആളോട് ഒന്നും മിണ്ടിയില്ല. ഉടൻ തന്നെ ടോക്കൺ തന്നു. സ്റ്റെയർ കയറി മുകളിലെത്തി. അതേ ക്യൂവിൽ നോക്കിയപ്പോൾ അപ്പൂപ്പനെ കാണുന്നില്ല. ഞാൻ ആ ക്യൂവിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ പോയി നോക്കി. ആളെ കണ്ടില്ല. 1000 ആൾക്കാരെ കയറ്റി ക്യൂവിൻ്റെ ഗേറ്റും ക്ലോസ് ചെയ്തു. അന്നൊന്നും ഇത് ഭഗവാന്റെ മാജിക് ആണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ആ മുഖവും സംഭവവും എപ്പോഴും ഓർക്കുമായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായി ത്രിമധുരത്തിലെ അനുഭവങ്ങൾ സ്ഥിരമായിട്ട് കേട്ട് എല്ലാം ലൈക്കും ചെയ്യും. എല്ലാം കേട്ട് കഴിഞ്ഞ് പഴയതിപ്പോൾ ഡെയിലി ഉള്ളത് നിത്യവും കേട്ട് ലൈക്കും ചെയ്യും. അപ്പോഴാണ് അന്ന് എൻ്റെ അതിയായ ആഗ്രഹം അറിഞ്ഞ് ഭഗവാനാണല്ലോ വന്ന് എനിക്ക് അന്നദാനം കഴിക്കാൻ അവസരം തന്നത്. അതിനുശേഷം ഇപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഗുരുവായൂർ ദർശനം നടത്തും. ഒരുപാട് പ്രാവശ്യം അന്നദാനവും കഴിച്ചു. ഇപ്പോൾ ഹസ്ബൻഡും കഴിക്കാൻ കൂടെ കാണും. ഇനിയും 1-2 അനുഭവങ്ങൾ പറയാൻ ഭഗവാൻ തന്നിട്ടുണ്ട്. അത് പിന്നീട് പറയാം. ഒരുപാട് നീണ്ടുപോയി. സാറ് ചുരുക്കി വായിച്ചാൽ മതി. സാറിനും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ കഥ? ഇതെങ്ങനെയാ ചുരുക്കി വായിക്കുക? ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും സന്തോഷമായിട്ടോ. കുറേ ആയില്ലേ അയച്ചിട്ട്. ഞാൻ പറയാൻ ലേറ്റായോ? മനഃപൂർവ്വമല്ല. അനുഭവങ്ങൾ ഒരുപാട് വരുന്നത് കൊണ്ട് നമുക്ക് ചിലത് ലേറ്റായി പോവും. ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇനി അനുഭവങ്ങൾ അയക്കുന്നവർ അയയ്ക്കുക. കുറച്ച് കഴിയും. മെമ്പേഴ്സിൻ്റെതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ എന്താ വിശേഷം? ഒന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.